എല്ലാവർക്കും സ്വീറ്റ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ബീഫ് കട്ട്ലേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടും ഈ ഒരു കട്ട്ലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടിയും പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം എനേബിൾ ചെയ്തിടാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബീഫാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഓരോ ബീഫിനനുസരിച്ച് വേവ് കൂടിയും കുറഞ്ഞിരിക്കും. ഞാനിവിടെ ഒരു 5-6 വിസിലടിച്ചിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഉരുളൻകിഴങ്ങാണ്. ഞാനിവിടെ ഒരു 2 വലിയ ഉരുളൻകിഴങ്ങ് നന്നായി കഴുകിയതിന് ശേഷം തൊലിയോടക്കിന് തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കിത് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ട് വെന്തതിന് ശേഷം ഇത് ചൂടാറി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലുള്ള തൊലി നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ തൊലി എടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഉരുളൻകിഴങ്ങ് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരയ്ക്കരുത്. ഇതുപോലെ നമ്മൾ വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇനി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ആദ്യം ഒരു പാനിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. പിന്നെ ഒരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഈ സവോളയൊക്കെ നന്നായി വഴണ്ട് വരുന്ന വരയ്ക്കും നമുക്കിത് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഇത് നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ നമ്മൾ കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ അതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മെല്ലനെ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാതും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ഈ ഒരു മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കട്ട്ലേറ്റിൻ്റെ പീസ് എടുത്തതിന് ശേഷം മുട്ടയുടെ ഈ ഒരു മിക്സിൽ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതൊന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് 2 ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ? അപ്പോൾ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതേ ഒരു പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾക്ക് ചിക്കൻ കട്ട്ലേറ്റും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്